നമ്മൾ കട്ട് ചെയ്ത ഈ ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഒരു കളർ പേപ്പർ കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഡോട്ട്സും ലൈൻസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള 4 ക്യൂട്ട് ഐറ്റംസ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ക്ലിയർ ക്യാൻഡി പൗച്ചിൽ അങ്ങ് തുടങ്ങാം. ട്രാൻസ്പെറന്റ് ഷീറ്റ് എടുക്കുന്നുണ്ട്, അതൊന്ന് റോൾ ചെയ്തെടുത്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതില്ലാത്തവരെന്ത് ചെയ്യാ, നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക, 2 എൻഡ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലുള്ള ഷോപ്പിംഗ് ബാഗ് ആണ്. അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതും കയ്യിലില്ലാത്തവരെന്ത് ചെയ്യാ, ഫെൽ ഷീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാബ്രിക്കോ എടുത്താൽ മതി. ഇനി നമ്മൾ റോൾ ചെയ്ത് വെച്ച് ഈ ഒരു ഐറ്റം എടുത്തിട്ട് ഇതിന്റെ എൻഡിൽ നമുക്ക് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത ഈ ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കാം. സൈഡ് ഒന്ന് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം, മറക്കരുത്. ഇതേപോലെ മറ്റേ എൻഡിലും ചെയ്ത് കൊടുക്കാം. ഇനി ഒരു റിബൺ വെച്ചിട്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കണം. ശേഷം നമുക്ക് നമ്മുടെ കയ്യിലുള്ള കുട്ടി കുട്ടി ഐറ്റംസ് ഒക്കെ ഉണ്ടാവും, സ്റ്റേഷനറി ഐറ്റംസ്, പെന്ന്, പെൻസില്, അങ്ങനെയുള്ള സംഭവങ്ങൾ ഇട്ട് വെക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇത് കൂടാണ്ട് ഇപ്പം നമ്മൾ ഫ്രണ്ട്സിന്റെ ആരുടെയെങ്കിലും ഒരു ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലും വരികയാണ്, നമുക്ക് ഗിഫ്റ്റ് പാക്ക് ചെയ്ത് കൊടുക്കണം. ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം. ഇതൊരു ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രാൻസ്പെറന്റ് സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ട്, വേഗം പോയി ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോയാലോ. നെക്സ്റ്റ് ഒരു മൾട്ടി കളർ സിബർ പൗച്ചാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു സിബ് എടുത്തിട്ട് അതിന്റെ ലെങ്ത്തിന് 3 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ആ ഒരു വീതിയിലുള്ള 3 ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇത് തമ്മിലൊന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ചെറിയ സ്ട്രിപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് 2 ബോട്ടിൽ ക്യാപ്പാണ്. അത് നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിന്റെ കൂടെ തന്നെ നമ്മളെ സിബിന്റെ സൈഡിലേക്ക് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ഈ ഒരു ഫോം ഷീറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബോട്ടിൽ ക്യാപ്പിനെ കവർ ചെയ്യാൻ വേണ്ട അത്രയും ലെങ്ത് ആണ് കേട്ടോ. പിന്നെ ഫോം ഷീറ്റ് കയ്യിലില്ലാത്തവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫാബ്രിക് ഒക്കെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് 2 എൻഡിലായിട്ട് ചെറിയൊരു വൈറ്റ് സ്ട്രിപ്പ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ക്യൂട്ടാക്കാൻ വേണമെങ്കിൽ കണ്ണൊക്കെ വെച്ച് നല്ല സെറ്റാക്കി എടുക്കാം. ഇതിൽ നമ്മുടെ പെന്ന്, പെൻസില്, സ്കെച്ച് ഒക്കെ ഇട്ട് വെക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഐറ്റംസ് ആണെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പൊ ഇതിന് നിങ്ങൾ 10ൽ എത്ര റേറ്റ് തരുന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. നെക്സ്റ്റ് ഒരു കവായി മിഫി പെൻസിൽ കേസ് ആണ്. ഒരു കണ്ടെയ്നർ ടൈപ്പ് ആണ്. അപ്പൊ ഞാനൊരു ബോട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു പേപ്പർ പീസ് എടുത്തിട്ട് അത് നമുക്ക് ഈ ഒരു ബോട്ടിന്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഉള്ളിലേക്ക് പോയ ആ ഒരു പേപ്പറിന്റെ ഉള്ളിലേക്ക് പോയ ആ ഒരു പോർഷൻ നമുക്ക് പെൻസിൽ വെച്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ശേഷം അവിടെ നമുക്ക് ഗ്ലൂ ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇതിനേക്കാളും വീതി കുറഞ്ഞൊരു പേപ്പർ എടുക്കണം. അത് നമുക്ക് ഈ ഒരു പീസിന്റെ താഴത്തെ സെക്ഷനിലായിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിന്റെ മുകളിലായിട്ട് സെയിം സൈസിലുള്ള ഒരു കളർ പേപ്പർ കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കളർ പേപ്പറിന് പകരം നിങ്ങളുടെ കയ്യിൽ പ്രിന്റഡ് പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി ഭംഗി കൂടും. ഇതിന്റെ ഒരെൻഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡ് പീസ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് താഴെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മിഫി സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ഒരു ബോട്ടിൽ പീസ് എടുത്തിട്ട് ഇതിലൊന്ന് കവർ ചെയ്ത് മേലത്തെ പോർഷനിൽ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇതിനൊന്ന് ക്യൂട്ടാക്കണമെങ്കിൽ റിബണൊക്കെ വെച്ച് സെറ്റാക്കി കൊടുക്കാം. നമ്മൾ അടിപൊളിയായിട്ടുള്ള കണ്ടെയ്നർ സെറ്റ് ആയിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം, അല്ലാതെയും യൂസ് ചെയ്യാം. അപ്പം നിങ്ങളുടെ ഇഷ്ടമാണ്. ക്ലോസ് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ നമുക്കൊരു പെൻ ഹോൾഡർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പം നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിനും നിങ്ങൾ 10ൽ എത്ര റേറ്റ് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു ക്യാൻഡി ബാഗ് ആണ്. ഇത് ചെയ്യുന്നത് ഈ ഒരു ഷോപ്പിംഗ് ബാഗ് വെച്ചിട്ടാണ്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മിക്ക ആൾക്കാർക്ക് ഈ ഒരു ബാഗ് ഓർമ്മ ഉണ്ടാവും. ഇത് നമ്മൾ മുന്നേ ഒരു റാപ്പിംഗ് പൗച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ബാലൻസ് വന്ന പീസാണിത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് സൈഡ് ഒന്ന് മടക്കി ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് സിബ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് കട്ടിയുള്ള ഒരു പീസ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി മെയിൻ സൈഡിലേക്ക് തന്നെ വന്നിട്ട് അവിടെ നമുക്ക് കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ നടത്തണം. കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് ഡോട്ട്സും ലൈൻസും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫാബ്രിക് കളർ ഉള്ളവർ അത് വെച്ചിട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അക്രലിക് കളറാണ് യൂസ് ചെയ്തത്. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് അത് ഇതേപോലെ ഒന്ന് സിബിനോട് ചേർത്ത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് 2 എൻഡും റിബൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കണം. ഒരു ക്യാൻഡി പോലെ കെട്ടിക്കൊടുക്കണം. ക്യൂട്ടാക്കാൻ വേണേ കണ്ണൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ.
നോക്കിയേ ഇപ്പൊ ശരിക്കും ഒരു ക്യാൻഡി പോലൊക്കെ ഇല്ലേ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ചെയ്ത 4 ക്രാഫ്റ്റിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്നുള്ളതൊക്കെ ഓർഡറിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറന്നവരൊക്കെ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.